മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തന്റെ വെളിപ്പെടുത്തലിലൂടെ യുവരാഷ്ട്രീയ നേതാവിനെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് യുവനടി റിനി ആൻ ജോർജ്. എല്ലാം ഞാൻ അനുഭവിച്ചത് മാത്രം, ദേഷ്യപ്പെട്ടിട്ടും പിന്നെയും തുടർന്നു, കൂടുതൽ പറയുന്നില്ല. ഇത്തരത്തിൽ മുന്നോട്ടു പോകുന്നവരെ രാഷ്ട്രീയത്തിൽ വെച്ചുപുറപ്പിക്കരുത്. ഗുരുതര പ്രശ്നങ്ങൾ നേരിട്ട വേറെയും സ്ത്രീകളുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകാൻ പാടുണ്ടോ എന്നും റിനി ആൻ ജോർജ് 24-നോട് പറഞ്ഞു. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. പക്ഷേ സമൂഹ മാധ്യമത്തിലടക്കം താങ്കളെ ഇതാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്ന പേര് താങ്കൾ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറയുന്നത്? അത് ആരെങ്കിലും പേടിച്ചിട്ടാണോ? എന്താണ്? പേടിച്ചത് കൊണ്ടല്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, ആ വ്യക്തിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, ഒരു നവീകരണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊരു ചിന്തയുണ്ട്. പിന്നെ ആ പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ അതിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവിനെയും പ്രതികൂട്ടിൽ നിർത്താൻ, അതായത് മറ്റു നേതാക്കന്മാരെ അങ്ങനെ നിർത്തുന്നതിൽ എനിക്കൊരു ദുഃഖമുണ്ട്. കാരണം അത്രയധികം സൗഹൃദവും സ്നേഹവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ആ പ്രസ്ഥാനം തന്നെ തീരുമാനിക്കട്ടെ, ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്ന ഒരു വ്യക്തിയെ നിലനിർത്തണോ വേണ്ടേ എന്നുള്ളത്. എത്ര തവണയായിരുന്നു താങ്കളെ അതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്? എന്തായിരുന്നു പുള്ളിയുടെ മെസ്സേജുകളിലടക്കം വ്യക്തമാക്കിയത്? മെസ്സേജുകളിലടക്കം നമ്മളെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, എങ്ങനെ എത്തിക്കാം എന്നുള്ള രീതിയിലാണ് മെസ്സേജുകളിൽ വന്നത്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, ആ രീതിയിൽ ഉള്ള ഇത് തന്നെ, മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല, ഈ ഒരു ഒറ്റ ഉദ്ദേശം മാത്രം. പിന്നെയും അത് താങ്കളിപ്പോൾ അതിനെ ഫയർ ചെയ്തു എന്ന് പറയുന്നു, ക്ഷോഭിച്ചു എന്ന് പറഞ്ഞു, പിന്നെയും അത് തുടർന്നിരുന്നു മെസ്സേജുകൾ? അത് തുടർന്നിരുന്നു പല രീതിയിൽ. അത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ആദ്യം ഒരുപക്ഷെ ഒരു മോഡേൺ ഗേൾ എന്നുള്ള രീതിയിൽ നേരിട്ട് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുത്തു. പ്രതിനിധിയാണോ ഇതിന് പിന്നിൽ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധി ആയത് ഇങ്ങനെ തുടരുന്നത് ശരിയാണോ? അല്ല, ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയമാണല്ലോ ആദ്യം തന്നെ ഒരു ചേഞ്ച് വരേണ്ടത്, സമൂഹത്തിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടവരാണല്ലോ അവർ. സംഘടനയ്ക്കുള്ളിൽ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സംഘടന ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പല ഫോറങ്ങളിലും ഇത് ശരിയല്ല, ഈ രീതിയിലാണ് വ്യക്തി മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതി കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അത്തരം വാർത്തകൾ ആ വ്യക്തിക്ക് എതിരെ വരുന്നത്. പേര് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ള കുറേയധികം സ്ത്രീകളുണ്ട് എന്ന നിലത്തെ പത്രസമ്മേളനത്തിൽ താങ്കൾ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ സ്ത്രീകൾക്കും അവർക്കും കൂടി ഒരു പ്രചോദനമാകില്ലേ താങ്കളുടെ ഒരു തുറന്നു പറച്ചിൽ? അല്ല, ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവരാണത് കൂടുതൽ. പേര് പറയാനടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അതാ ഞാൻ പറയുന്നത്, ഇനി എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കും എന്നുള്ളത്. നിയമ നടപടി എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ വിഷയങ്ങളില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാൻ പാടുണ്ടോ എന്ന് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ ചോദിച്ചു, അത്രയേ ഉള്ളൂ. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ. തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് രാഹുൽ മോശമായി സംസാരിച്ചുവെന്ന് ഹണി ഭാസ്കർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാം. രാഹുലിനെതിരെ പലരും ഷാഫി പറമ്പിലിന് പരാതി നൽകിയെങ്കിലും ഷാഫി അത് അവഗണിച്ചെന്നും ഹണി ഭാസ്കർ ദുബായിൽ ആരോപിച്ചു. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊരാളില്ല, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇത് എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാൾ കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. കാരണം ഇയാൾ ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ജനം അറിഞ്ഞാൽ മാത്രമേ, ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്. ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെക്കുറിച്ച് ചോദിക്കുക, അവിടെ ചെന്നിട്ട് എന്നോട് എന്തോ അടുപ്പമുള്ള, എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ, അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ. എനിക്കത് മീഡിയന്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് മുട്ടാൻ വരുന്ന സ്ത്രീയായിട്ടും അയാളുടെ പത്രാസ് കണ്ടിട്ട് പിന്നാലെ പോകുന്ന സ്ത്രീയായിട്ടുമാണല്ലോ അയാൾ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അത് തന്നെ വലിയ അശ്ലീലമല്ലേ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ രംഗത്ത് വരുന്നത്. തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് വളരെ മോശമായി
രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു എന്ന ആരോപണമാണ് ഹണി ഭാസ്കർ ഉയർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരകളായ നിരവധി സ്ത്രീകളെക്കുറിച്ച് തനിക്കറിയാം. ഇത് പരാതിയായി തന്നെ രാഹുലിനെതിരെ പലരും ഷാഫി പറമ്പിലിന് പരാതിയായി തന്നെ നൽകിയിരുന്നെങ്കിലും ഷാഫി അത് അവഗണിച്ചു എന്നുള്ള വിമർശനം കൂടി, ആരോപണം കൂടി ഹണി ഭാസ്കർ ഉയർത്തുകയാണ്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. അരുൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹണി ഭാസ്കർ വിശദീകരിക്കുന്നത്? അതെങ്ങനെയാണ് അരുൺ? അരുൺ പാറാട്ട്, കേൾക്കാമോ? രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിലാണ് ഹണി ഭാസ്കർ രാഹുലിനെതിരെ ഈ ഒരു കാര്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഹണി ഭാസ്കർ നടത്തിയ ശ്രീലങ്കൻ യാത്രയുണ്ട്. ഇതേക്കുറിച്ച് ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയായിരുന്നു. തുടക്കത്തിൽ മെസ്സേജിന് മറുപടി നൽകിയിരുന്നു. എന്നാൽ രാഹുലിന്റെ സ്വഭാവം മോശമാണ് തോന്നിയതിനാൽ പിന്നീട് മറുപടി അയച്ചില്ല എന്നാണ് ഹണി പറയുന്നത്. എന്നാൽ തന്നോട് രാഹുൽ നടത്തിയ ചാറ്റിൽ മോശം പരാമർശം ഇല്ല എന്നും ഹണി ഭാസ്കർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തന്നോട് ചാറ്റിന് ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മോശമായി സംസാരിച്ചുവെന്നാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത്. അന്ന് രാഹുലിന് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് തന്നോട് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതെന്നും ഹണി ഭാസ്കർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഇരകളായ നിരവധി സ്ത്രീകളെ കുറിച്ച് തനിക്ക് അറിയാമെന്നും പലരും വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഹണി ഭാസ്കർ പറയുന്നുണ്ട്. ഷാഫി പറമ്പിലിനെതിരെയും ഹണി ഭാസ്കർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായ സ്ത്രീകളിൽ പലരും ഇതേക്കുറിച്ച് ഷാഫിയോട് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫി സ്വീകരിക്കുന്നതെന്നാണ് ഹണി ഭാസ്കർ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും രാഹുലിനെതിരെ നിയമ നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എന്നും ഹണി പറയുന്നുണ്ട്. എന്നാൽ രാഹുൽ തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകട്ടെ, ഇതിൽ തെളിവുകളുമായി നേരിടാൻ തയ്യാറാണ് എന്നും ഹണി ഭാസ്കർ പറയുന്നുണ്ട്. ശരി, അരുൺ പാറാട്ട് ദുബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. യുവ നേതാവിനെതിരായ പുതുമുഖ നടിയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ നിലവിൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു മറുപടി. സാറേ, ഈ നിലവിൽ ഒരു ആരോപണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു കോൺഗ്രസ് യുവ നേതാവിനെതിരെയാണ് അത്. എന്താണ് അതിലുള്ള ഒരു പ്രതികരണം? ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് പറയാതെ പറയുന്നത്. ഹൂ കേസ് എന്ന് മുൻപ് ആരോപണത്തിൽ പറഞ്ഞ ഒരു പേര് കൂടി എടുത്ത് പറയുന്നുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് സമാപിക്കും. വോട്ടർ പട്ടിക ക്രമക്കേട് ഉന്നയിച്ച് പ്രതിപക്ഷം ഇന്നും സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിക്കും. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച ബില്ലിനെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലടക്കം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ച 3 ബില്ലുകളും ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിലും അവതരിപ്പിക്കും. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്നും നടക്കും. രാജ്യത്തെ വിമാനയാത്രാക്കൂലി നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഷാഫി പറമ്പിൽ MPയുടെ സ്വകാര്യ ബില്ലിനുള്ള ചർച്ചയും ഇന്ന് ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഹാർ ഗയയിലെ ദാബൂർ ഗ്രാമം കർഷക തൊഴിലാളികളാണ് അവിടെ അധികവുമുള്ളത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ രേഖകൾ പോലും പലരും ഇനിയും നൽകിയിട്ടില്ല. 3 മാസമായി പെൻഷൻ കിട്ടുന്നില്ല. വൈദ്യുതി പോലും കൃത്യമായി ലഭിക്കുന്നില്ല എന്നും ഗ്രാമീണർ പറയുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തായാൽ പിന്നെ എന്ത് ചെയ്യുമെന്നും ഗ്രാമീണരുടെ ചോദ്യം. ബീഹാറിലെ ഗയയിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ബീഹാറിലെ ഡബൂർ എന്ന ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇതാണ് ഇവിടെയുള്ള ഗ്രാമവാസികളുടെയൊക്കെ ഒരു ജീവിതം. കന്നുകാലി വളർത്തലും ഒക്കെയാണ് അവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ അവരുടെ വീടാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ ചെറിയ തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൽ കന്നുകാലികളൊക്കെയാണ്. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗമെന്ന് പറയുന്നത്. ഇവിടെ ഇവരുടെ ഒരു ജീവിത അവസ്ഥ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഇനിയും കൂടുതലായി എത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് പോലും ഈ വീട്ടിലില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇത് സ്ഥിരമായി ഇങ്ങനെ ഇവർക്ക് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് കൂടി അവർ പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു ചെറിയൊരു യൂണിറ്റ് ഇവർക്ക് സൗജന്യമായി നൽകുന്നുണ്ട്. പക്ഷെ അത് നൽകിയതിനു ശേഷം പലപ്പോഴായി ഇങ്ങനെ കറണ്ട് കട്ട് ചെയ്യുന്നു. ഇങ്ങനെ വൈദ്യുതി പോലും കൃത്യമായി അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ മേഖലകളിൽ ഇപ്പോഴും ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ളൊരു സ്ത്രീയുണ്ട്, ഒരു ചേച്ചി. അവരിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. BLO ആയ ഇതറിയേ ഡോക്യുമെന്റ് नहीं दिया है, नहीं मिला है हमको नहीं। क्या क्या डॉक्यूमेंट चाहिए? आधार कार्ड मांग रहा है, नाजर के मांग रहा है, ऐसा परिवार के मांग रहा है पूरा आपका साथ है? नहीं है हमको कुछ।
वो ये तो क्या करना, डॉक्यूमेंट साथ नहीं है ना, क्या करना? क्या करें तो है या नहीं तो तो आपका पूरा डॉक्यूमेंट है आपका साथ? नहीं है, हाँ, ना है डॉक्यूमेंट। वो क्या करना अभी? अभी क्या करना है, जब मिल ही नहीं रहा है तो क्या करें? जब मिलेगा तब ना करें कुछ। कुछ नहीं मिल रहा है। क्या क्या डॉक्यूमेंट चाहिए? ओहो हो गया, करीब 14-15 महीना से बंद है, वो भी नहीं मिल रहा है। कभी करंट बिजली नहीं है तो बिजली नहीं है तो जैसे अकवा का पंखा आँखों कैसी रहते हैं। इधर से सिचुएशन क्या है, वो ज़्यादा प्रॉब्लम है? प्रॉब्लम है, बहुत प्रॉब्लम बिहार में, बहुत दिक्कत है सर प्रॉब्लम में। हाँ, दिक्कत में ये प्रॉब्लम है कि कुछ साधन अभी बिजली 12 घंटा में 2 घंटा बिजली दे रहा है, पूरा 10 घंटा काट दे रहा है। और डॉक्यूमेंट जो अपना राशि वोटर ID कार्ड में खोज रहा है, अब नैहर से किसी का खोज रहा है आधार कार्ड, पैन कार्ड, उसका बाबूजी का, ये सब खोज रहा है पूरा, ये सब है। ഇതാണ് ഇവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് കറണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ചിലരുടെയൊക്കെ പേരുകൾ നിലവിലുള്ള പട്ടികകളിലുണ്ട്, പക്ഷേ ഇനി പുതിയ പട്ടിക വരുമ്പോൾ, വോട്ടർ പട്ടിക വരുമ്പോൾ അതിൽ പേരുണ്ടാകുമോ എന്ന് അറിയില്ല. ഇതിനോടകം തന്നെ BLO ഇവിടെ എത്തി ഇവർക്ക് രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചേച്ചി അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് അവരുടെ കയ്യിൽ ഈ ചോദിച്ചിരിക്കുന്ന രേഖകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനി ഞങ്ങൾക്ക് അറിയില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ബീഹാറിലെ സാധാരണ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ ഇതാണ്. ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ബില്ലുകളിലെ സമയപരിധിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരും. റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഇന്ന് നടക്കുക. ഇന്നലെ വാദം കേൾക്കവേ സുപ്രീം കോടതി ചില സുപ്രധാന ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ബില്ലുകൾ തടഞ്ഞുവെക്കുന്നുവെന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്നും സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചു. ഭരണഘടനാ കടമ നിറവേറ്റാനാണ് ഗവർണർ ബില്ല് തടഞ്ഞുവെക്കുന്നതിന് നിർബന്ധിതനാകുന്നത് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. അടുത്ത ചൊവ്വാഴ്ചയോടെ റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം പൂർത്തിയാകും. നിർമ്മിത ബുദ്ധി തയ്യാറാക്കി നൽകിയ കവിത പാബ്ലോ നെരൂദയുടേതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കേരള സർവകലാശാല 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായാണ് AI കവിത പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വന്നത്. തെറ്റ് തിരിച്ചറിഞ്ഞെങ്കിലും ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ചേരാത്തതിനാൽ സിലബസ് പിൻവലിക്കാനും കഴിഞ്ഞിട്ടില്ല. കേരള സർവകലാശാല അവതരിപ്പിക്കുന്ന AI നെരൂദ കവിത, ഇംഗ്ലീഷ് URA ലാംഗ്വേജ്. നാല് വർഷ ബിരുദ കോഴ്സിലെ ആദ്യ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കായി ഏതാനും കോളേജുകൾ തിരഞ്ഞെടുത്ത എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് പ്രോഗ്രാമിലാണ് AI നെരൂദ കവിത പഠിപ്പിച്ചത്. ആദ്യ ബാച്ചിന്റെ പഠനവും പരീക്ഷയും എല്ലാം കഴിഞ്ഞു. 2ാം ബാച്ചും ആരംഭിച്ചു. അപ്പോഴാണ് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞത്. 1ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ട ABC കോഴ്സിന്റെ ഒരു ഭാഗത്തിന്റെ തലക്കെട്ട് ഇംഗ്ലീഷ് URA ലാംഗ്വേജ് ബൈ പാബ്ലോ നെരൂദ എന്നാണ്. ഈ പേരിലുള്ള കവിത തേടി അധ്യാപകർ ലൈബ്രറികൾ തോറും അലഞ്ഞു. കിട്ടിയില്ല. ഒടുവിൽ AIയോട് ചോദിച്ചു. ഉടൻ നൽകി ഒരു കവിത. നിലവാരമൊന്നുമില്ലെങ്കിലും കവിത വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. പരീക്ഷയും നടത്തി. പാബ്ലോ നെരൂദയെക്കുറിച്ചുള്ള ലേഖനം പഠിക്കേണ്ട സ്ഥാനത്ത് അബദ്ധത്തിൽ തലക്കെട്ട് മാറിപ്പോയതാണ് ഇതിനെല്ലാം കാരണം. ഗുരുതര അബദ്ധമുണ്ടായെങ്കിലും ഇതുവരെ സിലബസിൽ നിന്ന് ഇത് പിൻവലിച്ചിട്ടില്ല. ബോർഡ് ഓഫ് സ്റ്റഡീസ് യോഗം ചേർന്നാലേ സിലബസ് പിൻവലിക്കാൻ കഴിയൂ. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AI നിലവാരത്തിലുള്ള ഈ കവിത നെരൂദയുടേതാണെന്ന നിലയിൽ പഠിക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ ഗതികേടിന് ആര് മറുപടി പറയുമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. തെറ്റ് തിരിച്ചറിഞ്ഞെങ്കിലും ബോർഡ് ഓഫ് സ്റ്റഡീസ് ചേരാത്തതിനാൽ സിലബസ് പിൻവലിക്കാനും കഴിഞ്ഞിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. അപ്പീൽ ഹർജിയുമായി സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ ശിവപ്രസാദ് ഹൈക്കോടതിയിൽ. സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിമാർക്കും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകണമെന്ന VCയുടെ ഇടക്കാലാവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് അപ്പീൽ. കോടതി ഉത്തരവിന് അനുസൃതമായല്ല VC നിയമനം നടത്തിയത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. കേരള സർവകലാശാല അധികാര തർക്കത്തിൽ വീണ്ടും പ്രതിസന്ധിയിലായി വിദ്യാർത്ഥികൾ. രജിസ്ട്രാറുടെ സീൽ പതിപ്പിക്കാനാവാത്തത് കാരണം 100 കണക്കിന് വിദ്യാർത്ഥികൾ വലയുകയാണ്. കേന്ദ്ര സർക്കാരിന്റെയും UGCയുടെയും ഫെലോഷിപ്പുകൾക്കുള്ള വാർഷിക ഗ്രാന്റ് തുടർന്ന് ലഭിക്കുന്നതിന് സർവകലാശാലയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. സർവകലാശാലയുടെ സീൽ പതിക്കാത്ത സർട്ടിഫിക്കറ്റ് ഗ്രാന്റ് അനുവദിക്കുന്ന സ്ഥാപനങ്ങൾ സ്വീകരിക്കില്ല. സിൻഡിക്കേറ്റ് നിയമിച്ച ഡോക്ടർ KS അനിൽകുമാറും വൈസ് ചാൻസലർ നിയമിച്ച ഡോക്ടർ മിനി കാപ്പനും രജിസ്ട്രാർ സ്ഥാനത്ത് തുടരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം.
വിനിയോഗ സർട്ടിഫിക്കറ്റ് കൃത്യമായി ഹാജരാക്കിയില്ല എങ്കിൽ വരുന്ന വർഷത്തെ ഫെലോഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടും. ഉന്നത പഠനത്തിനുള്ള മാർക്ക് ട്രാൻസ്ക്രിപ്റ്റിലും സീൽ പതിപ്പിക്കാൻ കഴിയാത്തതുമൂലം വിദേശ പഠനം മുടങ്ങിയതായും വിദ്യാർത്ഥികളുടെ പരാതിയുണ്ട്. പിടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. നേരത്തെ ഇതേ ഹർജിയിലാണ് പാലിയേക്കര ടോൾ 1 മാസത്തേക്ക് റദ്ദ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം തുടരണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹർജി പരിഗണിക്കുന്നത്. ഇനി പതിവ് സെഗ്മെന്റിലേക്ക് കാണാം വാർത്താലോകം. ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ആദ്യഘട്ട ആക്രമണം ആരംഭിച്ചതായി ഇസ്രയേലി സൈന്യം. സെയ്ത്തൂൺ ജബാലിയ മേഖലയിലേക്ക് തങ്ങളുടെ സൈന്യം നീങ്ങിക്കഴിഞ്ഞെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് സ്ഥിരീകരിച്ചു. 60,000-ഓളം വരുന്ന കരുതൽ സൈനികരെ സെപ്റ്റംബർ ആരംഭത്തോടെ ഗസയിൽ വിന്യസിക്കുമെന്ന് ഇന്നലെ തന്നെ ഇസ്രയേൽ അറിയിച്ചിരുന്നു. സൈന്യം നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് നീങ്ങേണ്ടി വരും. വെടിനിർത്തൽ ധാരണകൾക്ക് തയ്യാറാകാതെ നിഷ്കളങ്കരായ ജനങ്ങൾക്കുമേൽ ക്രൂരമായ യുദ്ധം തുടരാനാണ് ഈ നീക്കത്തിലൂടെ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നതെന്ന് ഹമാസ് പ്രതികരിച്ചു. ഇനി ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. ഒമാനിൽ അനധികൃതമായി കടന്നുകയറാൻ ശ്രമിച്ച 2 ഏഷ്യൻ പൗരന്മാരെ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഷെർഗിയ ഗവർണറേറ്റിലെ തീരദേശ മേഖലയിൽ നടത്തിയ നിരീക്ഷണത്തിനിടയിലായിരുന്നു ഇവർ പിടിയിലായത്. പിടിയിലായവർക്കെതിരെ ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. യാത്രക്കാർക്ക് പുതിയ ഓഫറുമായി ദോഹ മെട്രോ. ദോഹ മെട്രോയിലും ലുസൈൽ ടാമിലും യാത്ര ചെയ്യാൻ 365 ദിവസം കാലാവധിയുള്ള പുതിയ മെട്രോ പാസ് പുറത്തിറക്കി. 990 റിയാൽ നിരക്കിൽ ലഭ്യമാകുന്ന വാർഷിക പാസ് ഉപയോഗിച്ച് ദോഹ മെട്രോയിലും ലുസൈൽ ടാമിലും 365 ദിവസം പരിധിയില്ലാതെ യാത്ര ചെയ്യാം. കമ്പനിയുടെ ഏർലി ബോർഡ് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് പുതിയ ഓഫർ. ഉത്തര കൊറിയയിലേക്ക് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികൾ അനധികൃതമായി കയറ്റുമതി ചെയ്ത കേസിൽ ചൈനീസ് പൗരന് US ഫെഡറൽ കോടതി 8 വർഷം തടവ് ശിക്ഷ വിധിച്ചു. കാലിഫോർണിയയിലെ ഒന്റാറിയോയിൽ താമസിക്കുന്ന ഷെങ്ഹുവ വെൻ എന്നയാൾക്കാണ് ശിക്ഷ വിധിച്ചത്. ബഹ്റൈനിലെ എല്ലാ തപാൽ ഇലക്ട്രോണിക് സേവനങ്ങളും ഓഗസ്റ്റ് 28 മുതൽ ഹുക്കുമി ആപ്പിൽ ലഭ്യമാകും. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റേതാണ് പ്രഖ്യാപനം. ഗസയിലെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3 ഇരട്ടിയായി ഉയർന്നെന്ന് ഐക്യരാഷ്ട്രസഭ. 3-ൽ 1 കുട്ടി പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. ഇസ്രയേൽ ഗസയ്ക്കുമേൽ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ 6 ഇരട്ടി പോഷകാഹാരക്കുറവ് ഇപ്പോഴുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. UAE-യിൽ മരിക്കുന്ന പ്രവാസികളുടെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മുന്നറിയിപ്പ്. ഏജന്റുമാരുടെ ചൂഷണം സംബന്ധിച്ച് നിരവധി പരാതികൾ കോൺസുലേറ്റിന് മുന്നിൽ ലഭിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരിച്ച പ്രവാസികളുടെ കുടുംബങ്ങളെ ഏജന്റുമാർ ചൂഷണം ചെയ്ത നിരവധി കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇത്തരമൊരു നടപടി. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും സമാനമായ മുന്നറിയിപ്പ് കോൺസുലേറ്റ് നൽകിയിരിക്കുകയാണ്. അതായത് കോൺസുലേറ്റ് അംഗീകരിച്ച നിരക്കുകൾ അല്ലാതെ അമിത തുക ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ഇവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തണമെന്നാണ് കോൺസുലേറ്റ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ ഇപ്പോൾ പറയുന്നത്. കൂടാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ എന്തൊക്കെയാണ് എന്ന വിശദീകരണവും ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയിരിക്കുന്നുണ്ട്. കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലാണ് ഈ ഒരു കാര്യം ഇപ്പോൾ കോൺസുലേറ്റ് കൃത്യമായി തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മരിച്ചയാളുടെ മൃതദേഹം മാതൃരാജ്യത്തേക്കോ താമസ സ്ഥലത്തേക്കോ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ചെലവുകളും സാധാരണഗതിയിൽ ഇവിടെ തൊഴിലുടമയാണ് വഹിക്കേണ്ടത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്ന ആളുകളുണ്ടാകും. ഇത്തരം ആളുകളുടെ കാര്യത്തിൽ കോൺസുലേറ്റിന്റെ ഭാഗത്ത് നിന്ന് മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള സഹായം ലഭ്യമാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് ഈ കമ്മ്യൂണിറ്റി അസോസിയേഷനുകൾ മുഖാന്തരമാണ് യാതൊരു സർവീസ് ഫീയും ഈടാക്കാതെ ഇത്തരം നടപടികൾ പൂർത്തിയാക്കുക എന്നാണ് കോൺസുലേറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ UAE-യിൽ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമാകുന്ന ചെലവുകൾ ഉൾപ്പെടെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കോൺസുലേറ്റ് നൽകുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള സഹായത്തിനായി ഇവിടെയുള്ള ആളുകൾക്ക് സമീപിക്കാവുന്ന കോൺസുലേറ്റിൻ്റെ പാനലിലുള്ള കമ്മ്യൂണിറ്റി അസോസിയേഷനുകളുടെ ലിസ്റ്റും ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അജ്മാനിലും ഷാർജയിലും ഉമ്മൽകോയിലും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അസോസിയേഷൻ, അതോടൊപ്പം തന്നെ റാസൽ ഖൈമയിലുള്ള ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി, അതോടൊപ്പം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഫിജൈറ, കോർഫക്കാൻ, ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബ്ബ് കൽബ, അതോടൊപ്പം തന്നെ IPF അതായത് ഇന്ത്യൻ പീപ്പിൾസ് ഫോറം, ദുബായ് KMCC, അക്കാഫിൻ്റെ അക്കാഫ് അസോസിയേഷൻ, FOI ഇവൻറ്റ്സ്, ഇമാൻ കൾച്ചറൽ സെൻറ്റർ, ഇങ്ങനെയാണ് ഈ ഒരു അസോസിയേഷനുകളുടെ ലിസ്റ്റ്. ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പറുകളും കൃത്യമായി തന്നെ കോൺസുലേറ്റ് ഈ ഒരു സർക്കുലറിൽ വ്യക്തമായി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺസുലേറ്റുമായി ഇത്തരം വിഷയങ്ങൾക്ക് ഈ ഒരു സഹായങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പറിൽ, കോൺസുലേറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ 24 മണിക്കൂർ ബന്ധപ്പെടാമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മറ്റ് ഇടനിലക്കാരെയും ഏജന്റുമാരെയും ഒക്കെ ഒഴിവാക്കി ഈ ഒരു വിഷയത്തിൽ ഒരു സുതാര്യത വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായിയുടെ ഏറ്റവും ഒടുവിലത്തെ നടപടി. ഇപ്പോൾ ചില അറിയിപ്പുകളിലേക്ക്. ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിയുടെ 41ാമത് സംസ്ഥാന സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കും. കാലിക്കറ്റ് സൈക്കാട്രിക് ഗിൽഡാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 300ഓളം ഡോക്ടർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കോട്ടയം കുമരകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണക്കധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. ആലപ്പുഴ മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2025-26 അധ്യയന വർഷത്തിലേക്ക് താൽക്കാലിക കായിക അധ്യാപകന്റെ ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10:30 ആരംഭിക്കും. 2025-27 വർഷത്തെ DLED കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. അപേക്ഷാ ഫോമിന്റെ മാതൃകയും വിശദമായ വിവരങ്ങളും വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തിരുവനന്തപുരം, ആലുവ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന കോഴ്സായ സിവിൽ സർവീസ് പ്രിലിംസ് കം മെയിൻ സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ക്ലാസുകൾ സെപ്റ്റംബർ 8 ആരംഭിക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. ഉരുവച്ചാൽ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. സുഹൃത്തായ പെരുവളത്തുപറമ്പ് സ്വദേശി ജിജേഷാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് അരുൺ, വിവരങ്ങൾ. അരുൺ. റിജിത്ത്, ഗുരുതരമായി പൊള്ളലേറ്റ ഉരുവച്ചാൽ സ്വദേശി പ്രവീണ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കുറ്റ്യാട്ടൂരിലെ പ്രവീണയുടെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. അവിടെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഈ പെരുവളത്തുപറമ്പ് സ്വദേശിയായിട്ടുള്ള ജിജേഷ്, ഈ പ്രവീണയുടെ സുഹൃത്താണ് ജിജേഷ് അവിടെ എത്തി. ഈ വീടിന് പിൻവശത്ത് നിന്നും പ്രവീണയെ വിളിച്ചു വരുത്തി അവിടുന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അതിനുശേഷമാണ് തീ കൊളുത്തി തീ ആളുന്ന ഘട്ടത്തിൽ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു. ജിജേഷും ഇപ്പോൾ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ പ്രവീണ മരിച്ചിട്ടുള്ളത്. ഇരുവരും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ അടുത്ത കാലത്തായി ഇവരുടെ സൗഹൃദത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ സംഭവം എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ എന്താണ് അതിൽ കൂടുതൽ കൃത്യമായ കാരണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസിന്റെ അന്വേഷണം എന്തായാലും നടന്നു വരികയാണ്. ഇപ്പോൾ എന്തായാലും ഈ പ്രവീണ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇവരുടെ സൗഹൃദത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇയാൾ ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക്, ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. പോലീസ് അതിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന പ്രവീണയെ ഉച്ചയോടെ അവിടെ എത്തി വീട്ടിൽ നിന്നും പിൻവശത്തേക്ക് വിളിച്ച് അവിടെ വെച്ചാണ് ഈ പെട്രോൾ ഒഴിച്ച് ഈ ജിജേഷ് തീ കൊളുത്തിയത്. ജിജേഷും ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.
അരുൺ, ഈ ആക്രമണത്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ. എങ്കിലും നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? ഈ ജിജേഷിന്റെ പശ്ചാത്തലം എന്താണ്? പോലീസ് എന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ? അരുൺ പൂപ്പറമ്പ്. റീജിത്ത്, ഇവർ സഹപാഠികളായിരുന്നു. അതിനുശേഷം ആ സൗഹൃദം തുടർന്നു. ഇവർ രണ്ടുപേരും പെരുവെളുത്തുപറമ്പ് സ്വദേശികളാണ്. ഇപ്പോൾ പ്രവീണ കഴിയുന്നത് ഈ കുറ്റ്യാട്ടൂരിലെ ഈ ഭർത്താവിന്റെ വീട്ടിലാണ്. പക്ഷെ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയുന്നവരാണ്. ഈ വിവാഹത്തിന് ശേഷവും ആ സൗഹൃദം തുടർന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അടുത്തായി ഈ സൗഹൃദത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ബന്ധുക്കൾക്കാർക്കും ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ പ്രവീണയുടെയോ ജിജേഷിന്റെയോ ബന്ധുക്കൾക്ക് അതിനെ സംബന്ധിച്ചൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പോലീസ് ഇന്നലെ മൊഴിയെടുത്ത ഘട്ടത്തിലും ഈ ജിജേഷിനെ കണ്ട പരിചയം പോലും ഇല്ല എന്നതാണ് ഈ പ്രവീണയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. അതായത് ഭർത്താവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദത്തിൽ ഈ അടുത്തായി ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരുന്നു. അതാണ് ഈ കൊലപാതകത്തിലേക്ക്, പ്രവീണയെ കൊലപ്പെടുത്താൻ ഇയാൾ തീരുമാനിക്കാൻ കാരണം എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒരു നിഗമനമായി കണ്ടെത്തിയിട്ടുള്ളത്. അരുൺ, ഈ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു. അയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ അരുൺ പൂപ്പറമ്പ്? ജിജേഷിന്റെയും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ തീ കൊളുത്തിയ ഘട്ടത്തിൽ ഈ പെട്രോൾ ആയതുകൊണ്ട് തന്നെ തീ ആളിക്കത്തി. അങ്ങനെയാണ് അതിനിടെ ജിജേഷിനും പൊള്ളലേറ്റത്. ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. പരിയാരത്ത് തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത്. ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. കത്തുചോർച്ചാ വിവാദത്തിനിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPIM സംസ്ഥാന നേതൃത്വത്തിനും ഷർഷാദ് പരാതി നൽകിയിരുന്നു. ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് എന്നാണ് CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഈ വിവാദത്തിൽ പ്രതിരോധം തീർക്കുന്നുണ്ട് പാർട്ടി. വളരെ വിശദമായ ചർച്ച സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതിനോടകം തന്നെ നിയമ നടപടികളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തെ എങ്ങനെ കാണാനാണ് സാധ്യത? ഉമേഷ് ബാലകൃഷ്ണൻ. രഞ്ജിത്ത്, ഒരുപക്ഷെ വിശദമായ ചർച്ച ഈ വിഷയത്തിൽ കടക്കാൻ സാധ്യതയില്ല. കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ വിശദമായി ഈ ഒരു സെക്രട്ടേറിയറ്റിൽ പറയും. അതിൽ കൂടുതൽ ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മുൻപ് നടന്ന പരാതികൾ, ആ പരാതിയുമായി ബന്ധപ്പെട്ട് എടുത്ത നടപടികൾ തുടങ്ങിയവയെല്ലാം സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്ന ഈ കത്തുചോർച്ചയുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദന്റെ മകനെതിരെ നൽകിയിരിക്കുന്ന പരാതി, ആ പരാതിയാണ് ഇപ്പോഴത്തെ ഈ വീണ്ടും കേസ് വിവാദമാകാൻ കാരണം. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് എടുത്ത നടപടി, അത് ഈ ഷർഷാദ്, അതായത് കത്തുചോർച്ചയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പരാതിക്കാരനായ ഷർഷാദിനെതിരെ മാനനഷ്ടത്തിന് കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അനുമതി കൂടിയാണ് അത്തരമൊരു തീരുമാനം MV ഗോവിന്ദൻ എടുത്തത്. ആ സാഹചര്യത്തിൽ അക്കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കാനാണ് സാധ്യത. അതേസമയം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ MV ഗോവിന്ദൻ തയ്യാറായില്ല. അത് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായി സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി ഒരു വിശദീകരണം നൽകിയ ശേഷമായിരിക്കും മാധ്യമങ്ങളോട് ഇത് പ്രതികരിക്കാൻ സാധ്യത. എന്തായാലും രാജേഷ് കൃഷ്ണ വിഷയം, അത് കേന്ദ്ര നേതൃത്വം രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഷർഷാദ് ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഗുരുതര വിഷയമാണ് എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഉള്ളത്. എങ്കിലും അതിനുശേഷം MV ഗോവിന്ദന്റെ മകനെതിരെ ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണം ഉന്നയിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പുറത്തു നൽകുകയും ചെയ്തതിൽ ഷർഷാദിന് കൃത്യമായ ലക്ഷ്യമുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ കേന്ദ്ര അനുമതിയോടുകൂടി തന്നെ കോടതി നടപടികളിലേക്ക് നീങ്ങാൻ സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യങ്ങൾ ഇന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിനെ വിശദീകരിക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾക്കും ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വീണ്ടും. എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ പ്രദീപ് കുമാറിന്റെ മകളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി കലൂരിൽ വെച്ച് അറസ്റ്റിലായ മകളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം അറസ്റ്റ് ചോദ്യം ചെയ്ത് മകളുടെ അഭിഭാഷക ഹൈക്കോടതിയെ സമീപിക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ ഒളിവിലാണ്. മകളുടെ കാര്യത്തിലാണെങ്കിൽ എന്ത് നീക്കമാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക? വിഷ്ണു.
ടി.കെ. മകൾക്കെതിരെ അടക്കം ഈ ആത്മഹത്യ ചെയ്ത യുവതിയുടെ കുടുംബം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകിട്ടോട് കലൂരിൽ നിന്ന് അവരെ കസ്റ്റഡിയിലെടുത്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവരുടെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുക്കുന്നത് ചട്ടങ്ങൾ പാലിച്ചല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഭിഭാഷക ഉന്നയിക്കുന്നത്. അവർ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിവരം ലഭ്യമാകുന്നുണ്ട്. നിലവിൽ ഈ പെൺകുട്ടി ഉള്ളത് പറവൂർ പോലീസ് സ്റ്റേഷനിലാണ്. അവർ വിശദമായി ഇന്നലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും ഇപ്പോഴും ഒളിവിലാണ്. ഇന്നലെ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. അവർ ഈ ഒളിവിലായ രണ്ടുപേരെയും കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം സമാന്തരമായി തന്നെ ഈ ആശയുടെയും അതോടൊപ്പം ഈ ബിന്ദുവിന്റെയും രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് പ്രാഥമികമായി പുരോഗമിക്കുന്നത്. ബിന്ദുവിന് എവിടെ നിന്ന് ഈ 10 ലക്ഷം രൂപ നൽകാനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിശോധന. ഇവരുടെ ബാങ്ക് ഇടപാടുകളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എവിടെ നിന്നാണ് ഇവർക്ക് പണം വന്നത് എന്ന് ചോദിക്കണം. ഒപ്പം ഈ ആശ ഈ പണം എന്തിന് വിനിയോഗിച്ചു എന്ന് പറയണം. ആത്മഹത്യക്കുറിപ്പിൽ നിരവധി ആളുകളോട് പണം വാങ്ങിയ കാര്യം, ഈ കടം വീട്ടുന്നതിന് വേണ്ടി പണം വാങ്ങിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പണമൊക്കെ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതിലൊക്കെ ഒരു വ്യക്തത വരുത്തണം. എന്നതിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഒപ്പം ഈ ആലുവ മേഖലകളിലെ അല്ലെങ്കിൽ ആലുവ റൂറൽ പരിസരത്തെ ഈ പലിശ ഇടപാട് നടത്തുന്ന ആളുകളെ നിരീക്ഷണം ചെയ്യാനുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ ഓപ്പറേഷൻ കുബേർ വീണ്ടും സജീവമായിരുന്നു. ആലപ്പുഴയിൽ ആലുവയിൽ ഒരാളെ വീണ്ടും കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിരുന്നു. ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ ആ നടപടി കൂടി കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് റൂറൽ പോലീസിന്റെ തീരുമാനം. ടി.കെ. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സർക്കാർ ലോ കോളേജുകളിൽ സംവരണം ഉറപ്പാക്കണമെന്ന ഹർജിയിൽ സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി. LLB പ്രവേശന പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയിട്ടും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പ്രവേശനം നൽകാത്തതിനെതിരെയായിരുന്നു ഹർജി. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB കോഴ്സിലേക്കാണ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി അപേക്ഷ നൽകിയത്. ഇന്ന് സീനിയർ സിറ്റിസൺസ് ഡേ ആണ്. മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം. ഒരു കാലത്ത് കുടുംബത്തിനും സമൂഹത്തിനുമായി രാപകലില്ലാതെ പണിയെടുത്തവർ, മക്കളെ വളർത്താൻ, പഠിപ്പിക്കാൻ, മികച്ച ജീവിത സൗകര്യമൊരുക്കാൻ സ്വന്തം സുഖവും സന്തോഷവും ത്യജിച്ചവർ, വെയിലും മഴയും വകവയ്ക്കാതെ പാടത്തും പറമ്പിലും പണിയെടുത്തവർ, ജീവിത സായാഹ്നത്തിൽ പലപ്പോഴും അവർ അവഗണിക്കപ്പെടുന്നു. അനാരോഗ്യവും പ്രായാധിക്യവും തളർത്തുമ്പോൾ കരുതലോടെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവരെ ഒറ്റപ്പെടുത്തുന്നു. ഒരു മനുഷ്യായസ്സിൽ സമൂഹത്തിനു നൽകിയ സംഭാവനകൾ മുൻനിർത്തി വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുക എന്നത് വ്യക്തികളുടെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഉത്തരവാദിത്തമാണ് എന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഈ ദിനം ആചരിക്കുന്നത്. കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നതിനും അവരെ കേൾക്കുന്നതിനും അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനും ഈ ദിനം മാറ്റിവെക്കുന്നു. കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഒന്നിച്ചിടപഴകാൻ അവസരമൊരുക്കുന്നതിലൂടെ തലമുറകൾക്കിടയിലെ അകലം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. മുതിർന്ന പൗരന്മാർക്കായി പൊതുയിടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, അവരുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക, കരുതലോടെ പരിചരിക്കുക, ഇതെല്ലാം നമ്മുടെ കടമയാണ്. ആഡംബരങ്ങളെക്കാൾ അവർക്കാവശ്യം സ്നേഹവും കരുണയുമാണ്. മാറ്റി നിർത്താതെ, വേദനിപ്പിക്കാതെ നമുക്ക് സ്നേഹത്തോടെ അവരെ ചേർത്തു നിർത്താം. റിസർച്ച് ഡെസ്ക് 24. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ഭരണഘടനാ ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 സുപ്രധാന ബില്ലുകൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. വോട്ടർ പട്ടിക ക്രമക്കേടും മന്ത്രിമാരെ അയോഗ്യരാക്കുന്ന ബില്ലുമുയർത്തി പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇന്നലെ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം വലിയ പ്രതിഷേധം ലോക്സഭയിൽ കണ്ടതാണ്. സമാനമായ കാഴ്ച ഇന്ന് രാജ്യസഭയിലും ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബില്ല് അവതരണ ഘട്ടത്തിൽ തന്നെ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിക്ക് നേരെ പേപ്പറുകൾ ചുരുട്ടി എറിയുന്ന അതടക്കമുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. കടുത്ത പ്രതിഷേധമാണ് വോട്ടർ പട്ടിക വിഷയത്തോട് ഒപ്പം തന്നെ ഈ ബില്ലുകൾക്കെതിരെയും പ്രതിപക്ഷം പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഉന്നയിച്ചത്. ആ ഒരു പ്രതിഷേധം ഇന്ന് രാജ്യസഭയിലും ഉണ്ടാകും
ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൻ്റെ ദിവസങ്ങളിലെല്ലാം തന്നെ വോട്ടർ പട്ടിക വിഷയത്തിൽ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തും അകത്തും പ്രതിഷേധിച്ചിരുന്നു. ആ ഒരു പ്രതിഷേധത്തോടൊപ്പം ഈ ബില്ലുകൾ സംബന്ധിച്ചും പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിനകത്ത് ആഭ്യന്തരമന്ത്രി ഈ 3 ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. പ്രധാനമായും ഈ അറസ്റ്റിലാകുന്ന അല്ലെങ്കിൽ 30 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കുന്ന മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ അയോഗ്യരാക്കുന്നതാണ് ഈ ബില്ല്. ഈ ബില്ല് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനാണ് നീക്കം എന്നുമുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ ഇന്നും പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ തുടരും. ഒപ്പം വോട്ടർ പട്ടിക വിഷയത്തിലുള്ള പ്രതിഷേധവും തുടരും. അതേസമയം ലോക്സഭയിൽ ഇന്ന് നേരത്തെ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രത്യേക ചർച്ച ഇന്ന് തുടരും. കഴിഞ്ഞയാഴ്ച ഈ ചർച്ച നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ചർച്ച തടസ്സപ്പെടുകയായിരുന്നു. അത് ഇന്ന് ലോക്സഭയിൽ ആ ചർച്ച തുടരും എന്നാണ് പുതിയ ഏറ്റവും അവസാന പുറത്തിറക്കിയ അജണ്ടയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള ദിവസം കൂടിയാണ്. ഷാഫി പറമ്പിൽ നേരത്തെ അവതരിപ്പിക്കുകയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്ത സ്വകാര്യ ബില്ല് രാജ്യത്തെ വിമാന നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യ ബില്ലിലെ ചർച്ചകളും ഇന്ന് ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കായിക താരങ്ങൾക്ക് സർക്കാർ സഹായം നൽകണമെന്ന് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ 24-നോട്. ചെന്നൈയിൽ നടക്കുന്ന ദേശീയ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് താരങ്ങളെത്തിയത് സ്വന്തം ചിലവിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല. യാത്ര, താമസം, ഭക്ഷണമൊക്കെ താരങ്ങൾ തന്നെ തരപ്പെടുത്തേണ്ടുന്ന സ്ഥിതിയാണെന്നും ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചെന്നൈയിൽ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും ഉറച്ച ഒരു മെഡൽ പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കറാണ് എനിക്കൊപ്പം ചേരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബ്രിങ്കിലാണ്, നാഷണൽസിൻ്റെ ഒരു ബ്രിങ്കിൽ നിൽക്കുന്ന സമയമാണ്. ഏതാണ്ടൊക്കെ ക്വാളിഫൈ ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉറച്ച് വിശ്വസിക്കുന്ന ഒരു അത്ലറ്റ് കൂടിയാണ്. എങ്ങനെയുണ്ട് ചെന്നൈയിൽ എത്തിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാനിപ്പം 2 ദിവസമായി ഇപ്പം ചെന്നൈയിൽ വന്നിട്ട് ഇപ്പം ഓൾറെഡി ഞാൻ ഭുവനേശ്വറിൽ വേൾഡ് കോണ്ടിനെൻ്റൽ ടൂർ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വെതർ എല്ലാം ഓക്കെയാണ്. ഹോപ്പ്ഫുള്ളി ഇവിടെ തന്നെ ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ്? നമ്മളിപ്പോൾ ട്രിപ്പിൾ ജമ്പ് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരുപാട് ടാലൻസ് ഉണ്ട്, ഒരുപാട് പ്രൂവൺ അത്ലറ്റ്സ് ഉണ്ട്, ഒളിമ്പ്യൻസ് ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്? കേരളത്തിൻ്റെ അത്ലറ്റിക്സ് ആണെങ്കിലും മറ്റ് സ്പോർട്സ് ഇവൻ്റ് ആണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടാലൻ്റ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷേ അത് കറക്റ്റ് ഉപയോഗിക്കാൻ അറിയില്ല. എന്ന് വെച്ചാൽ കോച്ചേഴ്സിനാണെങ്കിലും ജോബിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് ജോബിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ ഒരു ഷോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള ഫ്യൂച്ചർ അത്ലറ്റ്സിന് കുറച്ചും കൂടിയും ഈസി ആയിട്ട് വരാൻ പറ്റും. ഇപ്പം സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇൻഡിവിജ്വലായിട്ട് വരണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് റൂം എടുക്കണം, എയർ ടിക്കറ്റ്, അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസീവ്, ഫുഡ് എല്ലാം സ്വന്തമായിട്ട് നോക്കണം. അത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. ഇനിയുള്ള ഒത്തിരി ആൾക്കാർ ഈ സ്പോർട്സ് ഫീൽഡിലോട്ട് വരും. ഇപ്പോൾ ഇതുപോലുള്ളൊരു ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് വരുമ്പോൾ സ്വന്തമായി വരിക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഈ ടാലൻസൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന അത്ലറ്റുകളൊക്കെ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുമായിരിക്കും അവരുടെ മേഖലയിൽ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പലർക്കും വ്യക്തിഗതമായി ജോലിക്ക് പോകാനും മറ്റുമൊന്നും കഴിയില്ല. അപ്പോൾ ടിക്കറ്റ് പോലും ഇല്ലാത്തൊരു അവസ്ഥ സത്യത്തിൽ അതൊരു ഭയങ്കര പരിതാപകരമായിട്ട് സ്ഥിതിയല്ല? അതെ, അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. സ്റ്റൈഫണ്ട് പോലത്തെ ഒരു മാസാമാസം ഒരു 5000 എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് അവരെ പോക്കറ്റ് മണി ആയിട്ട് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മേടിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാനും. ഫുഡില്ലെങ്കിൽ സ്പോർട്സ് എല്ലാം ഒന്നുമില്ല. അപ്പം ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റൈഫണ്ട് പോലത്തുള്ള ഞാനൊരു എല്ലാ ഇതിലും പറയുന്നതാണ്. ഇനി വരുന്നൊരു ഫ്യൂച്ചർ ടാലൻറ്റ് അത്ലറ്റ്സ് ആണെങ്കിലും സെലക്റ്റീവായിട്ട് എല്ലാവരും എടുക്കുക. അതുപോലെ തന്നെ നന്നായി ഇൻ്റർനാഷണൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോകുന്നുള്ള അവരെ നന്നായി കെയർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ കേരളം എനിക്ക് തോന്നുന്നു പണ്ടത്തേനെക്കാട്ടും ബെസ്റ്റ് ആവും. അതാ പറയാൻ പറ്റുള്ളൂ, നമ്പർ 1 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ഒരു ഉറച്ച മെഡൽ പ്രതീക്ഷയാണ്. അത് മാത്രമല്ല ഇനിയും പല ലോകരാജ്യങ്ങളിൽ ഇങ്ങനെ പല കായിക മാമാങ്കങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ഇന്ത്യൻ കൊടി പറക്കുമ്പോൾ അതിന് ചോട്ടിൽ താങ്കൾ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശഭട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും. നാളെ BJP സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കും.
അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണമുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, 2 ദിവസത്തെ സന്ദർശനം, പരിപാടികൾ ക്രമീകരിക്കുന്നത് എങ്ങനെ? അതിനിടയിൽ തന്നെ BJP നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങൾ വിഷ്ണു. ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലേക്ക് എത്തുന്നത്. ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനും ഒപ്പം BJP കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. അത് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ കൂടിയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ശേഷം ആദ്യമായി ആണ് അമിത്ഷാ ഈ BJP കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത്. ഈ കേരളത്തിലെ BJP കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ഒരു നിർണായകമായ നീക്കമാണ്. അമിത്ഷായുടെ വരവിനോടനുബന്ധിച്ച് കൊച്ചി ജില്ലയിൽ ഒന്നാകെ നഗരപ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രാത്രി 8 മുതലാണ് NH55 ഈ ഗോശ്രീ പാലം അടക്കമുള്ള പ്രദേശങ്ങളിൽ, ഈ ബോൾഗാട്ടി പാലസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണമുള്ളത്. നാളെ രാവിലെ 11 മണി മുതലും ഇതേ പ്രദേശങ്ങളിലൊക്കെ ഗതാഗത നിയന്ത്രണത്തിനുള്ള പത്രവാർത്ത ഇത്തരത്തിൽ പോലീസ് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളൊക്കെ, പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ അതുകൂടി കണക്കിലെടുത്ത് വേണം പുറത്തിറങ്ങാനെന്ന് പോലീസ് ഒരു അഭ്യർത്ഥനയായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും BJP ആഭ്യന്തരമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ് അത് രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൽ ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ BJP പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. PK. ശരി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, അഖിലേഷ് യാദവ്, ശരത് പവാർ അടക്കം ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുടെയും പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നു. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും പത്രിക നൽകുന്നത്. സമയം എപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത് ബൽറാം? റജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക നൽകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടന വേദിയാക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം ഉള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇന്ത്യ സഖ്യം യോഗം ചേർന്നിരുന്നു. ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡിയും പങ്കെടുക്കുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട്, പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യോഗത്തിൽ സംസാരിച്ചത്. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിപക്ഷം ആരംഭിച്ചിരിക്കുന്ന ഈ പ്രതിഷേധം, അതിന് അനുകൂലമായ നിലപാടാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. ഇന്ന് ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗെ, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ അഖിലേഷ് യാദവ്, NCP അധ്യക്ഷൻ ശരത് പവാർ അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ അദ്ദേഹത്തെ അനുഗമിക്കും. 4 സെറ്റ് പത്രികകളായിരിക്കും അദ്ദേഹം രാജ്യസഭാ സെക്രട്ടറി ജനറലും ഈ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയുമായ PC മോദിക്ക് സമർപ്പിക്കുക. അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയായിരിക്കും ആദ്യ സെറ്റ് പത്രികയിൽ അദ്ദേഹത്തെ നിർദ്ദേശിച്ചുകൊണ്ട് ഒപ്പുവെക്കുക. കഴിഞ്ഞ ദിവസമാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പത്രികാ സമർപ്പണ ചടങ്ങ്. സമാനമായി തന്നെ ഒരു പത്രികാ സമർപ്പണം എല്ലാ മുതിർന്ന നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പത്രികാ സമർപ്പണമാണ് ഉണ്ടാവുക എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ത്യ സഖ്യ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നടൻ വിജയ് അധ്യക്ഷനായ തമിഴക വെற்றிക്കഴകത്തിന്റെ 2ാം സംസ്ഥാന സമ്മേളനം ഇന്ന് മധുരയിൽ നടക്കും. 1.5 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്താനാണ് TVK ഒരുങ്ങുന്നത്. സമ്മേളന നഗരിയിൽ കനത്ത പോലീസ് വിന്യാസം ഒരുക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇന്നലെ ഒരു 100 അടി വലിപ്പമുള്ളൊരു കൊടിമരം തകർന്നു വീണ ഒരു അപകടമൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും സമ്മേളനത്തിന് നിറം കെടുത്തില്ല എന്നാണോ TVK വിശദീകരിക്കുന്നത്? എത്ര പേർ പരിപാടിയിലെത്തും? എന്താണ് നേതൃത്വം വിശദീകരിക്കുന്നത് റഹീസ്? മധുരയെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിനാണ് TVK ഒരുങ്ങുന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന തയ്യാറെടുപ്പ് അത് വിജയ് തന്നെ നേരിട്ടെത്തി ഇന്നലെ രാത്രിയോടുകൂടി വിലയിരുത്തുന്നു. അങ്ങനെ ഒരു പഴുതുമില്ലാതെ, ഒരു പിഴവുമില്ലാതെ ഓരോ തയ്യാറെടുപ്പും പൂർത്തിയായി എന്ന് വിജയ് തന്നെ ഇന്നലെ രാത്രി എത്തി ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു സമ്മേളനത്തിന് TVK തയ്യാറെടുക്കുന്നത്. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനം കൂടിയാണ്. TVKയുടെ ആദ്യ സമ്മേളനത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയും അതിൽ നിന്ന് വലിയ മാറ്റമാണ് ഇപ്പോൾ
ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് AADMK അന്ന് വിജയ് കടന്നാക്രമിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ AADMK BJPയോടൊപ്പം സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. അപ്പുറത്ത് DMK സഖ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു മൂന്നാം ശക്തി എന്ന നിലയിലുള്ള ഒരു രംഗപ്രവേശമാകും അദ്ദേഹത്തിന് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നിൽക്കെ അവസാനത്തെ സമ്മേളനം കൂടിയാണ്. അപ്പോൾ അതിൽ വിജയ് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും പറയും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ടാകും. റെസൊല്യൂഷനുകളൊക്കെയും പാസ്സാക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കസ്റ്റഡി മരണവുമൊക്കെയായി ബന്ധപ്പെട്ട് വിജയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ജാതി കൊലപാതകമൊക്കെയും വലിയ വിഷയമാക്കി ഉയർത്താൻ TVK ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സ്ഥലം കനത്ത പോലീസ് വിന്യാസത്തിലാണ്. 1.5 ലക്ഷത്തിലധികം പേർ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് TVKക്കുള്ളത്. അത്രയധികം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മധുരയിൽ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് അതിനടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചുകൂടിക്കൊണ്ടാണ് ഒരു സമ്മേളനം നടക്കുന്നത്. അങ്ങനെ മധുര കനത്ത പോലീസ് സുരക്ഷയിലാണ്. വൈകിട്ട് 3:30 പരിപാടി ആരംഭിക്കുന്നത്. കൃത്യസമയം പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശം അടക്കം 24 നിർദ്ദേശങ്ങളാണ് പോലീസ് ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും വിജയ് സമ്മേളനത്തിൽ എന്തു പറയും എന്നുള്ളത് ഏറ്റവും പ്രധാനമാകും. TK. ശരി, തമിഴക വെട്രി കഴകത്തിന്റെ 2ാം സംസ്ഥാന സമ്മേളനം ഇന്ന് മധുരയിൽ നടക്കും. ചില നിർണായക പ്രഖ്യാപനങ്ങൾ വിജയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. പുതുതായി നിരത്തിലിറക്കുന്ന KSRTC ബസ്സുകൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ആധുനിക സൗകര്യങ്ങളോടുകൂടി 143 പുതിയ ബസ്സുകളാണ് ഇന്നു മുതൽ നിരത്തിലിറങ്ങുക. ദീർഘദൂര യാത്രകൾക്കായി സ്ലീപ്പർ AC, സെമി സ്ലീപ്പർ AC, പ്രീമിയം സൂപ്പർഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും അടുത്തുള്ള 2 ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സുകളും ഓർഡിനറി ബസ്സുകൾക്കായി മിനി ബസ്സുകളുമാണ് പുറത്തിറക്കുക. വൈകുന്നേരം 5:30 തിരുവനന്തപുരം ആനയറയിലെ KSWIFT ആസ്ഥാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബസ്സുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ KSRTC ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനവും സ്റ്റുഡന്റ് സ്മാർട്ട് കാർഡ് വിതരണവും ചടങ്ങിലുണ്ടാകും. 3 ദിവസം നീളുന്ന KSRTC എക്സ്പോയുടെ പ്രചരണാർത്ഥം സിനിമാതാരം മോഹൻലാൽ പങ്കെടുക്കുന്ന KSRTC ഓർമ്മ എക്സ്പ്രസ് എന്ന പേരിലും ബസ് യാത്ര സംഘടിപ്പിക്കും. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ മഞ്ചമൂലയിൽ ഒറ്റയാന്റെ പരാക്രമം. ആന കട തകർത്തു. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. മെല്ലെ പോടാ வா நாயை பார்த்துருச்சு நாய സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എപ്പോൾ പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ? വിവരങ്ങൾ എന്താണ് സുർജിത്ത്? 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 6 മണിക്ക് മഞ്ചമൂല പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത്. ഒറ്റയാനായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി. അവർ ഓടിക്കുന്നതിനിടെയാണ് ആന പ്രകോപിതനായി ഒരു കട തകർക്കുന്ന അനുഭവം ഉണ്ടായത്. അത് ഇവിടെ മാത്രമല്ല, ഗൂഡല്ലൂരിന്റെ നീലഗിരി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഞ്ചമൂലയ്ക്ക് അടുത്തുള്ള കോളൂർ എന്ന് പറയുന്ന പ്രദേശം, പുത്തൂർവയൽ എന്നു പേരുള്ള മറ്റൊരു പ്രദേശം, പാടന്തുറ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം, അവിടെയെല്ലാം തന്നെ കാട്ടാനശല്യം രൂക്ഷമായി ഇരിക്കുകയാണ്. തോട്ടങ്ങളാണ്. തോട്ടങ്ങളോട് ചേർന്ന് ഈ മുതുമല ടൈഗർ റിസർവിന്റെ എല്ലാം തന്നെ ഭാഗമായി വരുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിലൂടെ കാട്ടാന ഇറങ്ങി വന്ന് നേരെ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നതാണ് രീതി. ഒരു ആനയല്ല, ആനക്കൂട്ടം തന്നെ ഇറങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ട്. ഇവിടെ മാത്രമല്ല, ദേവർഷോല, പന്തല്ലൂർ, ചേരമ്പാടി ഉൾപ്പെടെയുള്ള നീലഗിരിയുടെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്, ജില്ലയാണ് നീലഗിരി. അവിടെയാണ് ഇത്തരത്തിൽ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. നിരവധി പ്രക്ഷോഭങ്ങൾ വനം വകുപ്പിനെതിരെ നടത്തിയതാണ്. എന്നാലും ഈ ശല്യത്തിന് പൂർണ്ണമായി അറുതി വരുത്താൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ മഞ്ചമൂലയിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. ആന ഒരു കട തകർത്തിട്ടുണ്ട്. ഗസയെ പൂർണ്ണമായി കീഴടക്കാനുള്ള ശ്രമം ആരംഭിച്ചതായി ഇസ്രയേൽ. സെയ്ത്തൂൺ, ജബാലിയ മേഖലയിലേക്ക് സൈന്യം നീങ്ങിക്കഴിഞ്ഞുവെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് സ്ഥിരീകരിച്ചു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, എങ്ങനെയാണ് ഇസ്രയേലിന്റെ നീക്കങ്ങൾ? എങ്ങനെയാണ് അവർ ആ നീക്കത്തെ വിശദീകരിക്കുന്നത്? എങ്ങനെയാണ്? പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം വന്നല്ലോ മധു. ഈജിപ്ത് ഹമാസിനെതിരെയുള്ള യുദ്ധം ശക്തമാക്കി ഗസയെ പൂർണ്ണമായിട്ട് കീഴടക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിലേക്ക് 50,000 റിസർവ് സൈനികരെ കൂടെ എത്തിക്കാനുള്ള ശ്രമം ഇസ്രായേൽ ആരംഭിച്ചു. അതുപോലെ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള 20,000-ഓളം പേരുടെ സമയം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്.
അതേസമയം ഈ ഗസ കീഴടക്കാനുള്ള മുന്നൊരുക്കം നിലവിൽ ഗ്രൗണ്ടിലുള്ള ഇസ്രായേൽ സേന ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും കൂടാതെ കഴിഞ്ഞ ദിവസം ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തലിന് ഇല്ലെന്നും ഗസയിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ലോകരാഷ്ട്രങ്ങളിലെ പല നേതാക്കളും ഇതിനെ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇസ്രായേൽ നടത്തുന്ന നീക്കത്തിനെതിരെ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്ര സഭയിൽ പാലസ്തീനെ സ്റ്റേറ്റായിട്ട് അംഗീകരിക്കാനുള്ള ഒരു ശ്രമം ഫ്രഞ്ച് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരം ഒരു മുന്നേറ്റം നടക്കുന്നത്. 75% ഗസ ഇപ്പോൾ തന്നെ ഇസ്രായേൽ സൈനികത്തിന്റെ ഭാഗികമായ നിയന്ത്രണത്തിലാണെന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ കണക്ക് പ്രകാരം ഇത് ഏതാണ്ട് 90% വരുമെന്നും പറയുന്നുണ്ട്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. യുവനടി റിനി ആൻ ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയിക്കും. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേര് പറയാതിരിക്കുമ്പോൾ ഒരുപാട് പേര് സംശയത്തിന്റെ നേരിലാവുകയാണ്. സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഈ പരാതിക്കാർ ഒരിക്കലും പേര് പറയാറില്ല. അത് ഒരുപാട് പേരെ സംശയത്തിന്റെ നേരിലാക്കുന്നുണ്ട്. അത് തന്നെ റിനിയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പേര് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ? ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നുള്ളത്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നിയമ നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? താങ്കൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെന്റെ വ്യക്തിപരമായ വിഷയമല്ല. വ്യക്തിപരമായ വിഷയമായിട്ട് ഞാൻ ഇതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ? പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്നു പറയുന്നു. ഞാൻ ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാം. എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട്. ഇതേ പ്രശ്നങ്ങളുണ്ട്, വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പരിചയമുണ്ടെന്നും ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടെന്നും ഉള്ള തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, ആൾക്കാരെന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിന്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ ചില പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊരു വഴിയായി അല്ലെങ്കിൽ ഒരു കാരണമായി എന്നുള്ളതിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു അഭിമാനമുണ്ട്. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ധൈര്യമായി മുന്നോട്ട് വരണം. ഒരു സമൂഹം തന്നെ, അല്ലെങ്കിൽ ഞാനൊക്കെ ശക്തമായിട്ട് ഒപ്പം നിൽക്കുമെന്ന് പറയാണ്. അതിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, പെൺകുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന. അത് ശക്തമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഒരു ഭയവും ഇല്ലാതെ കടന്നു വരണം. ഇതിപ്പോ എന്റെ മാത്രം ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് മാത്രമായിട്ട് ഇത് അവസാനിക്കാതെ ഇങ്ങനെ ഈ ക്രിമിനലിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ പ്രശ്നം നേരിട്ട സ്ത്രീകൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം പെൺകുട്ടികൾക്ക് തീർത്തും ധൈര്യമില്ല എന്നുള്ളതാണ്. അതുണ്ട്. പക്ഷെ എന്നോട് സംസാരിച്ച ചില പെൺകുട്ടികൾ പറഞ്ഞ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് വീട്ടുകാരോട് പോലും ഇത് പറയാൻ പറ്റുന്നില്ല. പലരും ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് ഐ ക്യാൻ സേ. പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങനെ പെട്ടുപോയതാണെന്നും പറഞ്ഞിട്ട് സൈബറിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ കാര്യമാക്കുന്നില്ല. അതൊന്നും കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൂ. ഏതാണ് അതെ അങ്ങനെയാണ്. അല്ല, ഞാൻ അത് ആദ്യമേ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറയുന്ന ഒരു രീതിയല്ല ഇത്. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ ഇന്ന പാർട്ടിക്കെതിരെയാണ്. അതിനൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ വരുന്നത് കൊണ്ട് പറയുന്നു, ഇലക്ഷൻ വരുന്നതുകൊണ്ടുള്ള ഗിമിക്സ് ആണ്. മറ്റ് പാർട്ടിക്കാര് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്, സ്പോൺസർ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇതിങ്ങനെ സംസാരിക്കുവാണ് ഈ ധൈര്യത്തിൽ. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് ആ പ്രസ്ഥാനമാണ് അത് ആലോചിക്കേണ്ടത്.
താങ്കൾ ചില മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് എനിക്ക് എല്ലാ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ട് പരിചയവും ഒക്കെ ഉണ്ട്. ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, ആങ്കറാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പല നേതാക്കന്മാരെ, അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണെന്നാണ് അർത്ഥം. ഞാൻ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ഒരു യുവ നേതാവ് അല്ല. ഞാൻ ഇനി കൂടുതൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല തൽക്കാലം. എന്തായാലും പരാതി പറയുമ്പോൾ ചില നേതാക്കന്മാർ മോശം പ്രതികരണം ഉണ്ടായെന്ന് പറഞ്ഞില്ല, അത് അവന്റെ കഴിവെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അത്തരത്തിൽ ആരുടെയെങ്കിലും പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ആരിൽ നിന്നാണ് അത്തരത്തിൽ അയാൾക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായത് എന്നത്? ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല.